ഏറ്റവും പ്രധാനമായത് നമ്മുടെ കർഷകരാണ്. കർഷക അഭിവൃദ്ധിയുള്ള നാട് ഒത്തിരിയേറെ സമ്പന്നമായിരിക്കും. ഇന്ന് ഈ കാലഘട്ടത്തിൽ കർഷകർ നേരിടുന്ന ധാരാളം വെല്ലുവിളികളുണ്ട്. വാങ്ങുവാനായിട്ട് എത്തിയിരിക്കുന്ന ഞങ്ങളെല്ലാവരുടെയും പ്രിയങ്കരായിട്ടുള്ള കർഷകരെ, സാധ്യയും കൂടി ഇങ്ങനെയൊരു കാർഷികോത്സവം ഇവിടെ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിൽ നൽകുന്ന ഏറ്റവും ത്യാഗ മനസ്ഥിതിയോട് കൂടിയിട്ടുള്ള സംരംഭകരാണ്. പറമ്പ് മിൽമ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ് ശ്രീ സോണിയ സോമൻ. അഭിനന്ദനങ്ങൾ. നമുക്ക് വളരെ അഭിമാനം നൽകുന്ന ഒന്നാണ് ശ്രീമതി ആഷ്ലി ജോൺ പത്തിൽ. ശ്രീമതി നമ്മുടെ ഇടവകാംഗമായ മേരി ജോൺ താണപറമ്പലിന്റെ മൂത്ത മകളാണ്. ഉന്നത വിദ്യാഭ്യാസമുണ്ട്. മറ്റ് ജോലികളൊക്കെ ഉപേക്ഷിച്ച് ഫുൾ ടൈം ഡയറി ഫാമിങ്ങിലാണ് എന്റർപ്രൈസും. ആഷ്ലി, ഞങ്ങൾ അഭിമാനിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. സംരംഭം നടത്തുന്നു. മറവന്തപുരത്തിലാണ്. സെന്റ് അൽഫോൻസ ഇലറ്റിന്റെ പരിധിയിൽ അനൂപ് കുമാറിന് ഡയറി ബിസിനസ് സംരംഭങ്ങളുണ്ട്. അഭിനന്ദനങ്ങൾ. ജോൺ കൊല്ലപ്പുറത്ത്, ബെന്നി തോമസ് കവലക്കാട്. യൂണിറ്റ് 2 ബെന്നി തോമസ് കവലക്കാട്. യൂണിറ്റ് 3 ബെന്നി തോമസ് കവലക്കാട്. യൂണിറ്റ് 2. യൂണിറ്റ് 3 റെജി മുണ്ടിയിൽ. യൂണിറ്റ് 3 റെജി മുണ്ടിയിൽ. യൂണിറ്റ് 3 ബെന്നി കുര്യാക്കോസ് സ്റ്റാൻഡിൽ. ബെന്നി കുര്യാക്കോസ് സ്റ്റാൻഡിൽ. എല്ലാവരും നല്ല കയ്യിൽ കൊടുക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കർഷകരാണ് നമ്മുടെ നട്ടലെന്ന് തന്നെ പറയാം. നല്ല കയ്യിൽ കൊടുക്കുക. യൂണിറ്റ് 4 ബേബി കെ സി കടലിക്കാട്. ബേബി കെ സി കടലിക്കാട്. യൂണിറ്റ് 4 തന്നെ ജോസ് വയനപ്പാട്. ബേബി കെ സി കടലിക്കാട്, ജോസ് വയനപ്പാട്. ജോസ് വയനപ്പാട്. യൂണിറ്റ് 5 ദീപു ജോസ് കുറ്റിപ്പുറം. യൂണിറ്റ് 5 ദീപു ജോസ് കുറ്റിപ്പുറം. നല്ല കയ്യിൽ കൊടുക്കട്ടെ കേട്ടോ. യൂണിറ്റ് 6 അപ്പച്ചൻ മുളക്കുളം കല. യൂണിറ്റ് 6 അപ്പച്ചൻ മുളക്കുളം സോജി അരയൻകാല. രണ്ടുപേരുള്ളത്. അപ്പച്ചൻ മുളക്കുളം കല, സോജി അരയൻകാല. യൂണിറ്റ് 7 പി വി ബേബി കോളച്ചറ. കേന്ദ്രസമിതിയുടെ സെക്രട്ടറിയാണ്.
കൃഷിയിലെ കേരള സർക്കാരിന്റെ ഔദ്യോഗികമായ കുട്ടിയുടെ രക്തം പരിശോധിച്ചാൽ രക്തത്തിന്റെ ഉള്ളില് ഈ പ്രസവ സമയത്ത് ഗർഭാവസ്ഥയിൽ അമ്മ കഴിച്ച ഈ വിഷത്തിന്റെ സമൃദ്ധി 2025 തലവലപ്പറമ്പ് ഗ്രാമോത്സവം അതിൻ്റെ സ്റ്റാൾ ഞാനിന്ന് ഇവിടെ അത് സന്ദർശിച്ചു. അപ്പോൾ ഞാനിവിടെ മനസ്സിലാക്കിയത് ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ വിപണനം ചെയ്യുന്നു. അത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം എന്നാണ് ഇതിൻ്റെ അനേക പ്രവർത്തകരോട് പറഞ്ഞത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു തോന്നിയെന്ന് വെച്ചാൽ പഴയ തലമുറയ്ക്ക് കണ്ടിട്ട് പോലും കേട്ടുപോലും പരിചയമില്ലാത്ത ഒരു സ്റ്റാളോടെ വേറെ പഴയ തലമുറയ്ക്ക് പുതിയ തലമുറക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുതിയ തലമുറയെ പരിചയപ്പെടുത്താനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ കർഷകരെ ആദരിക്കുന്ന ചടങ്ങുണ്ടെന്ന് അറിഞ്ഞു. പിന്നെ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ കാർഷിക വിപണനം നടത്തുന്നുണ്ട്. അങ്ങനെ വിവിധ കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളുണ്ട്.